നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ട എസ്.യു.ടി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഞാനിന്ന് CKD പറ്റി, CKD എന്നാൽ ക്രോണിക് കിഡ്നി ഡിസീസ്, കിഡ്നികളിലെ ഏറ്റവും കൂടുതലായിട്ട് രോഗികളിൽ കണ്ടുവരുന്ന രോഗമാണ് ക്രോണിക് കിഡ്നി ഡിസീസ്. ഈ രോഗത്തിനെ സൈലൻറ്റ് കില്ലർ അല്ലെങ്കിൽ സൈലൻറ്റ് ഡിസീസ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നും അത് നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ ഇമ്പോർട്ടൻസുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. വൃക്കകളുടെ പെർമനൻ്റ് ആയിട്ടുള്ള തകരാറിനെയാണ് നമ്മൾ CKD എന്ന് വിളിക്കുന്നത്. അതായത് തിരിച്ച് നോർമലിലേക്ക് കൊണ്ടുവരാനാകാത്ത രീതിയിൽ വൃക്കകൾ തകരാറാകുന്നതിനാണ് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഈ രോഗം അതിൻ്റെ സിവിയർ സ്റ്റേജിലേക്ക് ആകുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ്, ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള ചികിത്സാ രീതികളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലേറ്റ് സ്റ്റേജുകളിലാകുന്നത് വരെ കാര്യമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടാകില്ല. അതുകൊണ്ട് ഇതിനെ പലപ്പോഴും നമ്മൾ സൈലൻറ്റ് ഡിസീസ് അല്ലെങ്കിൽ സൈലൻറ്റ് കില്ലർ എന്നാണ് വിളിക്കുന്നത്. ഇതെന്തുകൊണ്ടെന്നാൽ CKDക്ക് മെയിനായിട്ട് 5 സ്റ്റേജുകളുണ്ട്. 1, 2, 3, 4, 5 എന്നിങ്ങനെ. ഇതിലൊരു 3ാമത്തെ സ്റ്റേജ് വരെ കിഡ്നിക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമുക്ക് 2 വൃക്കകളുള്ളതുകൊണ്ട്, 2 വൃക്കകളിലുമായി 1 മില്യണിൽ കൂടുതൽ സെൽസ് ഉള്ളതുകൊണ്ടും അത് കോമ്പൻസേറ്റ് ചെയ്ത്, അതായത് വൃക്കകൾ മറ്റ് നോർമൽ കോശങ്ങളെ വെച്ച് കോമ്പൻസേറ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് ഏകദേശം അഡ്വാൻസ് സ്റ്റേജ് ആകുന്നത് വരെ കിഡ്നികൾ പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും കാണിക്കില്ല. ഇനി ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങിയാൽ തന്നെ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ വളരെ മൈൽഡായിട്ടുള്ളതും വളരെ വേഗമായിട്ടുള്ളതുമാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം, ശരീരത്തിൽ യൂറിയ, ക്രിയാറ്റിൻ പോലെയുള്ള ടോക്സിനുകൾ അടിഞ്ഞു തുടങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, വിശപ്പില്ലായ്മ, താല്പര്യക്കുറവ്, ഉറക്കം ചിലപ്പോൾ കൂടുതലായിരിക്കും, അല്ലെങ്കിൽ സമയം തെറ്റി എപ്പോഴും ക്ഷീണം കയറി കിടക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു സിംറ്റം വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കിഡ്നി ഡിസീസിനെ പറ്റി പലപ്പോഴും ചിന്തിക്കില്ല. അതേസമയം ഹാർട്ട് അറ്റാക്കോ പക്ഷാഘാതമോ ഒക്കെ വരുമ്പോൾ നമുക്ക് നെഞ്ചുവേദന വരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കയ്യോ കാലോ അനക്കാതെ വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഉടനെ ചികിത്സ തേടും അല്ലേ. അതേസമയം കിഡ്നിക്കുള്ള ലക്ഷണങ്ങൾ മുഴുവൻ ഇങ്ങനത്തെ വേഗമായിട്ടുള്ള സിംറ്റംസാണ്. ഇതിൽ പല ലക്ഷണങ്ങളും മറ്റ് അസുഖങ്ങൾ കാരണം വരാം. ഇപ്പോൾ ക്ഷീണം, തളർച്ച, ഉറക്കക്കുറവ് എന്നുള്ള വെറും ഒരു വിളർച്ച കാരണം വരാം, അല്ലെങ്കിൽ ഒരു പനിയോ മറ്റുള്ള ക്ഷീണം കാണും, തൈറോയിഡിൻ്റെ അസുഖം കാരണം വരാം, ഷുഗർ ഉണ്ടെങ്കിൽ വരാം, അങ്ങനെ മറ്റ് പല അസുഖങ്ങൾ കാരണവും വരാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ഇതിന് ട്രീറ്റ്മെൻറ്റ് തേടിയാൽ തന്നെ പലപ്പോഴും വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ്, ഇപ്പോൾ ചെറിയ രക്തക്കുറവോ അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയാണെങ്കിൽ ഇതുകൊണ്ടാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ഈ കിഡ്നി ഡിസീസിലോട്ട് എത്താൻ പലപ്പോഴും ലേറ്റ് ആവും. പലപ്പോഴും നെഫ്രോളജിസ്റ്റുകളുടെ അടുത്ത് എത്തുമ്പോഴേക്കും ഈ ഒരു സ്റ്റേജ് 4ഓ അതിന് മുകളിലോട്ടോ നമുക്ക് പിന്നെ കാര്യമായിട്ടുള്ളൊരു ചികിത്സ ചെയ്ത് സഹായിക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിപ്പോൾ. അതുകൊണ്ടാണ് ഇത് നേരത്തെ ഇങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത്. നേരത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ ഒരു വഴിയേ ഉള്ളൂ, ആക്റ്റീവായിട്ടുള്ള ടെസ്റ്റിംഗ്. പ്രത്യേകിച്ച് റിസ്ക് ഉള്ള ആൾക്കാർ, റിസ്ക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ടിന് അസുഖമുള്ളവർ, കുടുംബത്തിൽ കിഡ്നി ഡിസീസ് ഉള്ളവർ, അല്ലെങ്കിൽ കിഡ്നിയിൽ കല്ലുള്ളവർ, അല്ലെങ്കിൽ 60 വയസ്സ് എൽഡർലി ഗ്രൂപ്പിലുള്ള ആൾക്കാർ ആരാണെങ്കിലും ടെസ്റ്റ് ചെയ്ത്, സ്ഥിരമായി യൂറിൻ ഇൻഫെക്ഷൻ വരുന്നവർ എന്നിവർ പോലെയുള്ളവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏർലി ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ടെസ്റ്റ് ചെയ്യേണ്ടത് മെയിനായിട്ട് 3 കാര്യങ്ങളാണ്. 1 യൂറിൻ, 2 റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതായത് യൂറിയ, ക്രിയാറ്റിനിൻ പോലെയുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളും, പിന്നെ 3ാമത് ഒരു പടി മുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിഡ്നിയുടെ സ്കാനുകൾ എടുത്ത് നോക്കാവുന്നതാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ തനിയെ ചെയ്യുന്നതിനേക്കാളും ഞാൻ പറഞ്ഞ ഏതെങ്കിലും റിസ്ക് ഗ്രൂപ്പിലുള്ളവർ ഏർലി ആയിട്ട് തന്നെ നെഫ്രോളജിസ്റ്റിനെ കണ്ട് അവരോട് ചോദിച്ച് വിവരം കൃത്യമായിട്ട് അറിഞ്ഞ് ടെസ്റ്റുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ സ്റ്റേജിൽ നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡിസീസിൻ്റെ പ്രോഗ്രഷൻ തടുക്കാൻ പറ്റും, അതിൻ്റെ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസിനെ നമുക്ക് നിർത്താൻ പറ്റും. കിഡ്നി ഡിസീസിൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ടുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് പോവുക, അതായത് നമ്മൾ പലപ്പോഴും ഡയാലിസിസിലേക്ക് തള്ളപ്പെടുക, നമ്മുടെ ജോലി നഷ്ടപ്പെടുക, നമ്മൾ സ്ഥിരമായിട്ടൊരു ഹോസ്പിറ്റലിന് ചുറ്റിയുള്ള ജീവിതത്തിലോട്ട് പോകാതെ നമുക്കൊരു നോർമൽ ക്വാളിറ്റിയിലേക്ക് ലീഡ് ചെയ്യാവുന്ന ചെറിയ മിതമായിട്ടുള്ള ഡോസും മരുന്നുകളുമായിട്ട് നമുക്ക് പോകാൻ പറ്റും. പലപ്പോഴും ഈ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പെർമനൻറ്റ് ഡാമേജ് ആയിരിക്കും, പക്ഷേ നമ്മളുടെ അത് ജീവിതത്തിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നന്ദി.